നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഒട്ടനവധി പ്രയാസങ്ങളാണ് പ്രവാസികൾ അനുഭവിച്ചത്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള പ്രവാസികൾ നാട്ടിലേക്ക് എത്തിച്ചേരാൻ കാത്തിരുന്നത് മാസങ്ങളോളമാണ്. ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ അന്തരീക്ഷം അനുഭവിക്കേണ്ടി വന്നവർ, ഈ സമയം ഒന്ന് കടന്നുപോകാൻ കണ്ണീരോടെ കാത്തിരുന്നവർ. നമ്മുടെ പ്രവാസികൾ ആശ്വാസത്തിന്റെ നാളുകളിലേക്ക് കടന്നു വരികയായിരുന്നു. അപ്പോഴാണ് വീണ്ടും രണ്ടാം തരംഗം പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിൽ കോവിഡ് വ്യാപനത്തിന്റെ രണ്ടാം തരംഗം അതിശക്തമായി തുടരവേ ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർ മാർഗനിർദ്ദേശങ്ങളുമായി വിവിധ രാഷ്ട്രങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പിന്നാലെ ഇതാ അമേരിക്കയും ബ്രിട്ടനും രംഗത്തെത്തി. കോവിഡ് വാക്സിന്റെ 2 ഡോസ് കുത്തിവയ്പ് സ്വീകരിച്ചവർ ആയാൽ പോലും ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് ഉചിതമാണെന്നാണ് US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ തങ്ങളുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ കോവിഡ് വ്യാപനം വളരെ ശക്തമാണെന്നും CDC നിർദ്ദേശത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഇന്ത്യയിൽ നിലവിലെ സാഹചര്യത്തിൽ പൂർണ്ണമായും വാക്സിനേഷൻ എടുത്ത യാത്രക്കാർക്ക് പോലും COVID-19 ജനിതക മാറ്റം വന്ന് വൈറസുകൾ പിടിപെടാനുള്ള സാധ്യതയുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്കുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണെങ്കിൽ തന്നെ യാത്രയ്ക്ക് മുമ്പ് നിർബന്ധമായും വാക്സിനേഷൻ എടുക്കുക. എല്ലാ യാത്രക്കാരും മാസ്ക് ധരിക്കണം. മറ്റുള്ളവരിൽ നിന്ന് 6 അടി അകലം പാലിക്കണം. ജനക്കൂട്ടം ഒഴിവാക്കുക, കൈ കഴുകുക എന്നാണ് CDC തങ്ങളുടെ പ്രസ്താവനയിൽ പറയുന്നത്. ഇതുകൂടാതെ പൂർണ്ണമായും വാക്സിനേഷൻ എടുത്ത യാത്രക്കാർക്കുള്ള നിർദ്ദേശങ്ങളും CDC പുറപ്പെടുവിച്ചിട്ടുണ്ട്. പൂർണ്ണമായും വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് യാത്രക്കാർ പരിശോധന നടത്തേണ്ടതില്ല. എന്നാൽ പോവാൻ ഉദ്ദേശിക്കുന്ന രാജ്യം പരിശോധന ആവശ്യപ്പെടുന്നെങ്കിൽ മാത്രമാണ് ഈ ഇളവ് നൽകുന്നത്. തിരിച്ച് അമേരിക്കയിലേക്ക് വരുമ്പോൾ വാക്സിൻ സ്വീകരിച്ചവർ സ്വയം നിരീക്ഷണത്തിൽ കഴിയേണ്ടതില്ലെന്നും CDC വ്യക്തമാക്കി. അതേസമയം ഇന്ത്യയെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതായി ബ്രിട്ടനും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. UK അല്ലെങ്കിൽ ഐറിഷ് പൗരന്മാർ ഒഴികെയുള്ള എല്ലാ രാജ്യക്കാർക്കും ബ്രിട്ടൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പുതിയ നിയന്ത്രണങ്ങൾ പ്രകാരം 10 ദിവസത്തിനിടയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ പൗരന്മാർക്ക് ബ്രിട്ടനിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല. ബ്രിട്ടീഷ്, ഐറിഷ് പൗരന്മാർക്ക് രാജ്യത്ത് പ്രവേശിക്കാമെങ്കിലും 10 ദിവസം സർക്കാർ അംഗീകാരമുള്ള ഒരു ക്വാറന്റൈൻ കേന്ദ്രത്തിൽ താമസിക്കുന്നതിനുള്ള ചെലവ് വഹിക്കേണ്ടി വരുമെന്നും ബ്രിട്ടൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.